പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഒരു മീറ്റിംഗ് നടത്തുന്നു. അത് ന്യൂയോർക്കിൽ വെച്ച് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഇസ്ലാമിക് നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമോ? അതായത് പല കിംവദന്തികൾ ഇതുമായിട്ട് പരക്കുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടിട്ട്. അതായത് ചൊവ്വാഴ്ച ന്യൂയോർക്കിൽ ഈ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിന് ഇടയ്ക്ക് ആണ് ഈ പ്രതിനിധികളെ ട്രംപ് കാണുന്നത്. പാകിസ്ഥാൻ, സൗദി അറേബ്യ, UAE, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, തുർക്കി ഇത്രയും രാജ്യങ്ങളുമായിട്ടാണ് ട്രംപ് സംസാരിക്കുന്നത്. ഇതിൽ ഇറാനില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ ദോഹ ആക്രമണം നടത്തിയല്ലോ ഇസ്രയേൽ. ആ ദോഹ ആക്രമണത്തിന് ശേഷം അവിടെ കൂടിയ അറബ് മുസ്ലിം രാജ്യങ്ങൾ അവർ ഇസ്ലാമിക് നാറ്റോ എന്ന് പറഞ്ഞൊരു ആശയം ചർച്ച ചെയ്തിരുന്നു. ഈജിപ്തും പാകിസ്ഥാനും പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ആശയമാണത്. ഏറ്റവും കൂടുതൽ സേനയുള്ള ഇസ്ലാമിക രാജ്യം ഈജിപ്താണ്. അണുബോംബുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവര് നിശ്ചയമായും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഷഹബാസ് ഷെരീഫ് തന്നെയാണ് പങ്കെടുക്കുന്നത്, ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇത് പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ 29 ഈ മാസം 29 നെതന്യാഹു ട്രംപിനെ കാണുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പാണ് ഈ അറബ് മുസ്ലിം രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ച വരുന്നത്. അപ്പോൾ കാനഡയും ഓസ്ട്രേലിയയും UKയും പലസ്തീനെ അംഗീകരിക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത് ഭീകരതയെ അംഗീകരിക്കലാണെന്നും നെതന്യാഹു മറുപടിയും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും അറബ് മുസ്ലിം രാജ്യങ്ങളെ വിളിച്ച് ട്രംപ് കാണുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ, ഒരു സംശയം ഗാസയുമായി ബന്ധപ്പെട്ടതാകാം എന്നൊരു സംശയമുണ്ട്. ഇസ്ലാമിക് നാറ്റോ ഒരു സംശയം. രണ്ടാമത്തത് ഈ യുദ്ധത്തിന് ശേഷം ഗാസ എങ്ങനെയായിരിക്കണം എന്നുള്ള ചർച്ച. ഈ അറബ് അതായത് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അഭിപ്രായ കാര്യത്തിൽ എന്താണ്? കാരണം എന്താണെന്ന് വെച്ചാൽ ഗാസ ഈ വിമോചിപ്പിച്ച് കഴിഞ്ഞാൽ ആ പരിപാടിയാണല്ലോ ഇപ്പം നടക്കുന്നത്. അതെ, കാരണം ഗാസയിൽ നിന്ന് ഹമാസിനെ മുഴുവൻ തുരത്തുകയാണ്. ഗാസ നഗരത്തിൽ നിന്ന് എല്ലാവരും പലായനം ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗാസ നഗരത്തിനെ അനക്സ് ചെയ്യും എന്നുള്ളതല്ലേ ഇസ്രയേലിന്റെ നയം, നിലപാട്. ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കുന്നു. ഇസ്ലാമിക രാജ്യങ്ങളുടെ നിലപാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്വിരാഷ്ട്ര നിലപാട് തന്നെയാണ്. പലസ്തീനും കൂടി വേണം എന്നുള്ളതാണ്. ഇറാൻ പറയുന്നത് ഒറ്റ രാഷ്ട്രം മതി, പക്ഷെ അത് പലസ്തീൻ മാത്രം ആയിരിക്കണം എന്നുള്ളതാണ്. ഇസ്രായേൽ വേണ്ട. ദോഹ ഉച്ചകോടിയിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം പല രാജ്യങ്ങളും തമ്മിൽ വന്നിട്ടുണ്ട്. ഇറാന്റെ അഭിപ്രായം അതാണ്. ഇറാനെ ഏതായാലും ട്രംപ് വിളിച്ച് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഗാസയിലെ ഭരണ സംവിധാനം അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പറയുന്നത് ഇസ്രയേൽ സേന അപ്പോൾ ഉണ്ടാകരുത് ഗാസയിൽ നിന്നാണ്. ഗാസ വിമോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗാസയ്ക്കൊരു പ്രത്യേക ഭരണ സംവിധാനം, സ്വതന്ത്രമായ ഇസ്ലാമിക ഭരണ സംവിധാനം വേണം എന്നുള്ളതാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നിലപാട്. ഇസ്രയേലിന്റെ നിലപാട് അങ്ങനെയല്ല. ഇസ്രയേലിന് ഇസ്രയേൽ തന്നെ ഭരിക്കും എന്നാണല്ലോ. ഇത് വേറൊരു ഭരണ സംവിധാനം അവിടെ വരണം എന്നുള്ളതാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ആവശ്യം. അപ്പോൾ അനക്സേഷൻ പാടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. UAEയുടെ ഒരു നിലപാടാണല്ലോ 2015 അബ്രഹാം ഉടമ്പടി അല്ലേ, അബ്രഹാമിക് അക്കോർഡ്സ് ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ലംഘിക്കുന്ന ഒന്നും ഉണ്ടാകരുത്. UAE ഒരു ബോൾഡായ നിലപാടാണെന്ന് എടുത്തത് അല്ലേ. ഇസ്രയേലുമായിട്ടൊക്കെ സമാധാനത്തിൽ പോകുക എന്നുള്ളത് കൂടിയായിരുന്നു അബ്രഹാമിക ഉടമ്പടിയുടെ ലക്ഷ്യം. ഇത് ദോഹയിൽ OIC രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം കൂടിയപ്പോൾ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം 40 അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇതിൽ പങ്കെടുത്തു. ഈ അറബ് മുസ്ലിം രാജ്യങ്ങൾ, മുസ്ലിം എന്ന് പ്രത്യേകം പറയുന്നത് ഇറാനും കൂടി
ഷിയ രാജ്യമാണല്ലോ. അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട്. അതെ, അതുകൊണ്ട് ഇറാൻ്റെ താല്പര്യം കൂടിയാണത്. അപ്പോൾ ഇതിൽ ഇനി വരുന്ന ഇസ്ലാമിക നാറ്റോ എന്ന് പറഞ്ഞൊരു ആശയം വന്നല്ലോ, അതിൻ്റെ കൂടെ ട്രംപ് നിൽക്കുമോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക നാറ്റോ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ താല്പര്യങ്ങളുണ്ടല്ലോ അമേരിക്കയുടെ, ആ താല്പര്യം സംരക്ഷിക്കുന്നതിന് എളുപ്പമായിരിക്കും. പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഒരു സേനയെ വെച്ചാൽ പോരെ. ഇപ്പോൾ സൗദിയും പാകിസ്ഥാനും തമ്മിലൊരു കരാർ ഒപ്പിട്ടു. അപ്പോൾ അമേരിക്കൻ സേന പിൻവാങ്ങിയിട്ട് സൗദിയിൽ പാകിസ്ഥാൻ സേന വരിക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൊത്തം ഇസ്ലാമിക നാറ്റോ വരികയാണെങ്കിൽ പാകിസ്ഥാന് മുനീറിന് പട്ടാള മേധാവി, പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി മുനീറിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം അതിൽ കൊടുക്കുക. ഈജിപ്തിനെ എങ്ങനെയെങ്കിലും വളച്ചെടുത്തിട്ട് ഈജിപ്തിന് ഡെപ്യൂട്ടി ആക്കുവോ? ഈജിപ്തിന് ഈജിപ്തിന് സേനാ തലവൻ സ്ഥാനം വേണമെന്ന് ഈജിപ്ത് പറയുന്നുണ്ട്. സൈനിക ശക്തിയിൽ മുമ്പിലാണല്ലോ, സേന എന്നുള്ള നിലയ്ക്ക് മുമ്പിലാണല്ലോ, പക്ഷെ അണുബോംബില്ലല്ലോ. അപ്പോൾ സൗദി, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ് ഈ ചൊവ്വാഴ്ച ഈ നേരത്തെ പറഞ്ഞ രാജ്യങ്ങൾക്ക് ശേഷം ട്രംപിൻ്റെ പ്രത്യേക ചർച്ച സൗദി, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ് രാജ്യങ്ങളുമായിട്ട് വേറെ ചർച്ചയുമുണ്ട്. അതെന്തുകൊണ്ടാണ് രണ്ട് ചർച്ച എന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ദോഹയിലെ ഈ സംഭവത്തിന് ശേഷം, ആക്രമണത്തിന് ശേഷം ഖത്തറിൻ്റെ പ്രധാനമന്ത്രി അൽ താനിയെ ന്യൂയോർക്കിൽ വെച്ച് ട്രംപ് കണ്ടിരുന്നു. ഖത്തറിൽ നിന്ന് പ്രധാനമന്ത്രി പോയി ട്രംപുമായിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെയും ഒരു സംഭവവികാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 40 മുസ്ലിം രാജ്യങ്ങൾ അന്ന് പങ്കെടുത്തപ്പോൾ പാകിസ്ഥാനും തുർക്കിയും അതിലുണ്ട്. ഈജിപ്താണ് നിർദ്ദേശിച്ചത് അറബ് ഇസ്ലാമിക് നാറ്റോ എന്ന് പറഞ്ഞൊരു ആശയം. അറബ് സൈനിക സഖ്യമായിട്ടാണ് അത് വരുന്നത്. ഈജിപ്തിനാണ് വൻസേന, ആണവ രാജ്യം പാകിസ്ഥാൻ. അപ്പോൾ ഇസ്രയേലിനെ മോണിറ്റർ ചെയ്യാനായിട്ടൊരു സംയുക്ത ടാസ്ക് ഫോഴ്സ് വേണം എന്നാണ് ഈജിപ്തും. ഇസ്രയേലിനെ നിലക്ക് നിർത്താൻ ഇങ്ങനെ ഒരു സംയുക്ത സേന വേണം എന്നാണ് അവർ പറയുന്നത്. എർദോഗൻ പറയുന്നത് നമ്മൾ സാമ്പത്തിക ഉപരോധങ്ങൾ ഇസ്രയേലിനെതിരെ ഏർപ്പെടുത്തണം എന്ന് തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ പറഞ്ഞിരുന്നു. ഇറാഖ് പ്രധാനമന്ത്രി അൽ സുദാനിയും പറഞ്ഞു നാറ്റോ പോലെ നമുക്കൊരു സഖ്യം വേണം എന്ന് പറഞ്ഞു. സൗദി അറബ് വസന്തകാലത്ത് ഒരു 34 രാജ്യ സഖ്യം ഭീകരതയ്ക്കെതിരെ വേണമെന്ന് സൗദി പറഞ്ഞിരുന്നു. അതന്ന് നടന്നില്ല. അത് വേഗത്തിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സൗദി ഉദ്ദേശിക്കുന്നത്. 2015 ഈജിപ്ത് അറബ് ലീഗ് ഉച്ചകോടിയിലും ഈ നാറ്റോയുടെ കാര്യം പറഞ്ഞിരുന്നു. ഷാമൽ ഷെയ്ഖിൽ വെച്ച് നടന്ന ഉച്ചകോടിയാണത്. അത് യമൻ സംഘർഷം, ISന്റെ ഈ ഉയർന്നു വരവ്, ആ സമയത്താണ് അന്ന് അറബ് ലീഗ് ഉച്ചകോടി നടന്നത്. ആ സമയത്തും ഈജിപ്ത് ഇത് ആവശ്യപ്പെട്ടിരുന്നു, ഇസ്ലാമിക നാറ്റോ. അപ്പോൾ ഈജിപ്തിൻ്റെ സേനയിൽ 4.5 ലക്ഷം ഭടന്മാരുണ്ട്. സംയുക്ത സേനയ്ക്ക് 20,000 പേരെ കൊടുക്കാം എന്ന് ഈജിപ്ത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈജിപ്തിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ സിസി ദോഹയിലെ ഉച്ചകോടിയിൽ പറഞ്ഞു. അതിൻ്റെ ആസ്ഥാനം കെയ്റോ ആയിരിക്കണമെന്ന് പറഞ്ഞു. ഈജിപ്തിലെ ഒരു 4 സ്റ്റാർ ജനറൽ ആയിരിക്കണം അതിൻ്റെ കമാൻഡർ എന്ന് ഈജിപ്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 22 അറബ് ലീഗ് അംഗങ്ങൾ ഊഴം വെച്ച് കമാൻഡറാകാം എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ സൗദി ഇതിൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ സ്ഥാനം ഏറ്റെടുക്കാം എന്നൊരു ധാരണയുണ്ട്. കാരണം പൈസ കൊടുക്കേണ്ടത് സൗദിയും ബഹ്റൈനും ഒക്കെ അല്ലേ, UAE ഒക്കെയാണ്. അതുകൊണ്ട് പദവി ഞങ്ങൾക്ക് വേണമല്ലോ. UAE, ബഹ്റൈൻ അവരൊക്കെ ഫണ്ട് കൊടുക്കേണ്ട രാജ്യങ്ങളാണ്. ഖത്തർ എമീർ അൽ താനി പറഞ്ഞു ഈ വെടിനിർത്തൽ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയത്, നമുക്ക് സേന വേണ്ടതാണെന്ന്. ഇറാൻ പറഞ്ഞത് വിശാല ഇസ്ലാമിക ഒരു സംഭവമാണ് വേണ്ടത്. ഉച്ചകോടിയിൽ ഈ ദ്വിരാഷ്ട്ര ആ പ്രമേയത്തിന് എതിർത്തു. ദോഹ പ്രമേയത്തിന് ഇറാൻ എതിർത്തു. ഇങ്ങനെയല്ല വേണ്ടത്. അതിൻ്റെ അകത്തുള്ള 1967 യുദ്ധത്തിനെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ
പിന്നെ ഈ പറഞ്ഞ പോലെ ദുരാഷ്ട്ര പരാമർശങ്ങളൊക്കെ നീക്കണം, ഒറ്റ രാഷ്ട്രം മതി, ഇസ്രയേൽ വേണ്ട, ഞങ്ങളുടെ ഭിന്നാഭിപ്രായം പ്രമേയത്തിൽ രേഖപ്പെടുത്തണം എന്നും ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. സൗദിയെ സംബന്ധിച്ച് ഒരു അയേൺ ഡോം മാത്രം മതി എന്നുള്ള തോന്നൽ സൗദിക്കും ഉണ്ട്. ഈജിപ്തിനോ ഇറാനോ സൗദി ഫണ്ട് കൊടുക്കാനും സാധ്യതയില്ല. അപ്പോൾ കുരം മാത്രം കടിയില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രംപ് ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ സൗദിയും കൂടിയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരിക, ഈജിപ്തിനെയൊക്കെ കൊണ്ടുവരിക, പാകിസ്ഥാൻ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ട് ഒരു ഇസ്ലാമിക നാറ്റോ, അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ളൊരു ഇസ്ലാമിക നാറ്റോ, അതായത് ദോഹ ഉച്ചകോടിയിൽ ഇങ്ങനൊരു ആശയം വന്നല്ലോ, എങ്കിലും അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാം എന്ന് ട്രംപ് വിചാരിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് പോയിരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.